ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോളിഡ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് എക്സാമിന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഈ മോഡലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. സർഫസ് ഏരിയ ഓഫ് എ വുഡൻ സ്ഫിയർ ഈസ് 40 centimeter square. It is cut into two identical hemisphere. Find the area of the plane surface of the hemisphere. Second is surface area. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പിയർ, ആ സ്പിയറിനെ കട്ട് ചെയ്ത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഹെമിസ്ഫിയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിലൊരു ഹെമിസ്ഫിയറിന്റെ ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗർ നിങ്ങളൊരു റഫ് ഫിഗർ എപ്പോഴും വരച്ചിരിക്കണം കേട്ടോ. അപ്പം ഇവിടെ ഒരു ആൻസറും തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ, എന്തിൻ്റെയെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുലയ്ക്കകത്തോട്ട് നേരെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കാൽക്കുലേഷൻ്റെ പകുതി ആൻസർ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സർഫസ് ഏരിയ ഓഫ് എ വുഡൻ സ്ഫിയർ ഈസ് 40 centimeter. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 40 centimeter square. ഈ ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 40 centimeter square ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഹെമിസ്ഫിയറിന്റെ ഈ സർഫസ് ഏരിയയും, അതായത് ഈ ഭാഗം മാത്രം പ്ലെയിൻ ആയിട്ടുള്ള സർക്കിൾ പോലെ ഇരിക്കുന്നത്, പിന്നെ ടോട്ടൽ ഇത് മൊത്തമുള്ള സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്കിവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. 40 centimeter എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ്. എന്താണ് സ്പിയറിന്റെ സർഫസ് ഏരിയ? നിങ്ങൾ ഇതിന്റെ മാത്രം ഫോർമുല പഠിച്ചാൽ ബാക്കി ഹെമിസ്ഫിയറിന്റെ എല്ലാ ഫോർമുല ഈ ഒറ്റ ഫോർമുലയ്ക്ക് അത് കിട്ടും. സർഫസ് ഏരിയ ഓഫ് സ്പിയർ ഇസ് ഈക്വൽ ടു 4πr². ഇതാണ് സർഫസ് ഏരിയ ഓഫ് സ്ക്വയറിന്റെ ഫോർമുല. അത് ഈസ് ഈക്വൽ ടു, ആ ഫോർമുല ഈസ് ഈക്വൽ ടു, ആൻസർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 അല്ലേ? അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് വെട്ടിക്കളയാം. അല്ലെങ്കിൽ നമുക്ക് 4 മാത്രം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ πr² മാത്രം ഇവിടോട്ട് ഇടാം. ദാറ്റ് ഈസ് πr² ഈസ് ഈക്വൽ ടു 40. ഇവിടെ 4 എന്ത് ചെയ്യായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡിവിഷൻ ആകും. ബൈ 4 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ആൻസർ πr² ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ എങ്ങനെ ഈ πr² എഴുതിയത്? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞ ഫോർമുല 4πr² ആണ്. അതിന്റെ വാല്യൂ തന്നിട്ടുള്ളത് നമ്മളത് ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ വേറെ നമുക്ക് വാല്യൂസ് ഒന്നും അറിയത്തില്ല. പൈ അറിയാം, ആറിന്റെ വാല്യൂ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പൈയും r² അതുപോലെ ഇട്ടിട്ട് 4 മാത്രം നമ്മൾ ഈക്വലിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പം നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി അത്രയും കിട്ടിയല്ലോ. πr² വാല്യൂ 10. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ പ്ലെയിൻ സർഫസ് ഏരിയ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്പിയറിന്റെ ഹെമിസ്ഫിയറിന്റെ പ്ലെയിൻ സർഫസ് ഏരിയ ഇത് എന്ത് ഷേപ്പിലായിരിക്കുന്നത്? സർക്കിൾ അല്ലേ? ഒരു സർക്കിളിന്റെ ഷേപ്പ് അല്ലേ? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല അറിയാം. എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു πr². അപ്പൊ നമുക്ക് എഴുതാം സർഫസ് ഏരിയ ഓഫ് പ്ലെയിൻ സർഫസ്. പ്ലെയിൻ സർഫസ് എന്തിന്റെ ഷേപ്പിലാണ്? സർക്കിളിന്റെ ഷേപ്പിലാണ്. അതുകൊണ്ട് സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² എന്നാണ്. നമുക്കിവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇവിടെ ഓൾറെഡി πr² വില കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 10. അത് നേരെ ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. 10 centimeter square. കണ്ടോ, ഒറ്റ ഒരു ആൻസർ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് സിമ്പിൾ ആയിട്ട് കിട്ടുവാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിൾ പോർഷനും ഈ ഒരു സ്പിയറിന്റെ പോർഷനും. അതായത് സർക്കിളിന്റെ പോർഷന്റെ ഏരിയ എത്രയാണ്? πr². ഇതിന്റെ പകുതി എത്രയാണ്? 2πr². അപ്പോൾ 2πr²ഉം πr² കൂട്ടുമ്പോൾ 3πr². അതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. is equal to 3πr² is equal to 3 into πr²ന്റെ വില ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട്. എത്രയാണ്? 10 is equal to 30 centimeter square. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടോ. ഫോർമുല സിമ്പിൾ ആയിട്ട് ഇതിന് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. സ്പിയറിന്റെ സർഫസ് ഏരിയ 4πr² ആണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, മൊത്തം 4πr². അപ്പൊ അതിന്റെ പകുതി എത്രയായിരിക്കും? കണ്ടോ, 2πr². പിന്നെ നമുക്കിവിടെ സർക്കിളിന്റെ അറിയാം, πr² ആണ്. അപ്പൊ ടോട്ടലി ചോദിക്കുമ്പോൾ 2πr² + πr²,
3πr². ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഒരു ഫോമുലയിൽ നിന്ന് അടുത്ത ഫോമുലയിൽ നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു.